എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി കണ്ണുകൾ നിറഞ്ഞാണ് നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ പുഷ്പം പൈലായ സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം. സത്യത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞത് മാനസികമായിട്ടെങ്കിലും ഒരു അകൽച്ചയ്ക്ക് ചില കാരണങ്ങളായി. അങ്ങനെ ഹൃദയത്തിൽ ആ വ്യക്തിയെ എന്നെന്നും കാണാനും എന്നെന്നും ആ വ്യക്തിയോട് സംസാരിക്കാനും ഇഷ്ടപ്പെടാനും ആ ബന്ധം നിലനിർത്തി പോകാനും ആഗ്രഹിച്ച നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ചില തിരിച്ചടികൾ കിട്ടി. ആ തിരിച്ചടികൾ ഉണ്ടായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ സമ്മാനിക്കപ്പെട്ടു. ഒരുപക്ഷെ അതിൻ്റെ ഒരു ശക്തിയിൽ നിന്ന് നിങ്ങളിപ്പോഴും ഒഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്നെന്നും ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. എത്ര വലിയ കഷ്ടപ്പാടും എത്ര വലിയ ദുരിതവും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികളല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില സംഭവവികാസങ്ങളുണ്ടാവുകയും ആ വ്യക്തി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നുപോയി. ഒരുപക്ഷെ ആ വ്യക്തി അകന്നു പോകുന്ന സമയത്ത് നിങ്ങളോട് ദേഷ്യമായിരുന്നു ആ വ്യക്തിക്ക്. നിങ്ങളോട് ഒരുപക്ഷെ ഒന്നുകിൽ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളെക്കാൾ നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ, നിങ്ങളെക്കാൾ നല്ലൊരാളെ കിട്ടിയപ്പോൾ, നിങ്ങളെക്കാൾ നല്ലൊരു ജീവിത സാഹചര്യം തനിക്ക് കിട്ടുമെന്ന് ചിന്തിച്ചപ്പോൾ ആ വ്യക്തി മനസ്സുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ വേണ്ടെന്ന് വെച്ചു. ആ വാർത്ത, ആ ചിന്ത, ആ അറിവ് നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ച ആളെന്നെ വിട്ടു പോയല്ലോ എന്നുള്ള ദുഃഖം നിങ്ങൾക്കുണ്ടായി. ഞാൻ അത്ര കഴിവ് കെട്ടവളോ ആണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായി. എന്തുകൊണ്ട് എന്നെ സ്നേഹിച്ചില്ല? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ മതിപ്പ് കുറവ് തോന്നി. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു ആ പ്രണയത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരുപാട് ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായി. അത് നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ് എന്നെ ആ വ്യക്തി അവഗണിച്ചത്? എന്തുകൊണ്ടാണ് എന്നെ ആ വ്യക്തി അവഗണിച്ച് കടന്നുപോയത്? ഒരുപാട് ദുഃഖം ഹൃദയത്തിൽ തോന്നി. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൻ്റെ വേദനകൾ ഒക്കെ എൻ്റെ മനസ്സിനെയൊക്കെ നോവിച്ചുകൊണ്ട് കടന്നുപോയല്ലോ, ഒരു കൂസലുമില്ലാതെ ആ വ്യക്തി നിങ്ങൾക്ക് തോന്നി. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങളെ ഓർത്ത് കരയുന്ന, കണ്ണുകൾ നിറയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നു, ഒരുപാട് ദുഃഖിക്കുന്നു നിങ്ങളെ ഓർത്ത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ആ വ്യക്തി നിറകണ്ണുകളോടെ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ അടഞ്ഞ വാതിൽ ആ വ്യക്തി തുറക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഏതെങ്കിലും ഒരു തെറ്റ്, നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഏതെങ്കിലും ഒരു പ്രശ്നം, ആ പ്രശ്നം ആ വ്യക്തി അതിൽ കുറ്റക്കാരിയോ കുറ്റക്കാരനോ അല്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിഷയം, നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കാരണം, ആ കാരണം കൊണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു. പക്ഷെ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാമായിരുന്നു, അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കാമായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയോട് അത്രയും സ്നേഹത്തിലിരുന്നപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ തെറ്റ് പറ്റി, നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചു. അതിന് ആ വീഴ്ച സംഭവിച്ചതിന് ശേഷം തന്നെ നിങ്ങൾ മാപ്പ് ചോദിക്കാൻ തയ്യാറായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയോട് മാപ്പ് ചോദിച്ച് ആ വ്യക്തിക്കൊപ്പം നിലപാടെടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത്, ആ വ്യക്തിയെ ചില ആളുകൾ ഈ വീഴ്ചയുടെ കാര്യം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. എന്നേക്കുമായിട്ട് നിങ്ങളിൽ നിന്ന് ആ വ്യക്തി അകന്നു പോകാൻ ആഗ്രഹിച്ചവർക്ക് അതൊരു വലിയ സുവർണാവസരമായിരുന്നു. അവരാ സുവർണാവസരം ഉപയോഗിക്കുകയും നിങ്ങളുടെ വ്യക്തിയോട് ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ വ്യക്തിയെ ഒറ്റപ്പെടുത്താനും നിങ്ങളുടെ വ്യക്തിയെ മാറ്റാനും മറിക്കാനും ഒക്കെ ശ്രമിച്ചു. നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ അതൊരു ദുഃഖമായിട്ട് മാറി. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആ ചതിച്ച ആളുകളെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ വ്യക്തിയെ എന്നിൽ നിന്ന് അടർത്തിയെടുക്കാനാണ് അവരൊക്കെ ശ്രമിച്ചത്, ഉപദേശകരായിട്ടുള്ളവർ ശ്രമിച്ചത് എന്നുള്ള
അന്നൊന്നും കണ്ടെത്താത്ത, അന്നൊന്നും മനസ്സിലാക്കാത്ത ആ കാര്യം മനസ്സിലാക്കുന്നു. എൻ്റെ വ്യക്തിക്ക് തെറ്റുപറ്റിയെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിയോട് അന്ന് ക്ഷമിക്കണമായിരുന്നു. എൻ്റെ വ്യക്തി എന്നോട് മാപ്പ് ചോദിച്ച് പുറകെ വന്നിരുന്നു. ഒരു തവണയല്ല, നിരവധി തവണ. എന്നിട്ട് ഞാനത് പരിഗണിച്ചിട്ടില്ല, ഞാനത് പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ള കുറ്റബോധം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലിപ്പോഴുണ്ട്. ആ വ്യക്തിക്ക് അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. തൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി, താൻ അത്രയും വൈകാരികമായത് എടുക്കരുതെന്നുള്ള ചിന്ത വരുന്നു. നിങ്ങളുടെ മനസ്സിലും കുറ്റബോധം ഉണ്ടായി. എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റുകൊണ്ട് എൻ്റെ വ്യക്തി പോയല്ലോ, എൻ്റെ വ്യക്തി എന്നെ വെറുത്തു പോയല്ലോ, ഇനി എനിക്ക് എൻ്റെ വ്യക്തിയെ തിരിച്ചു കിട്ടില്ലോ എന്നുള്ള ദുഃഖം നിങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ കുറ്റബോധവും ദുഃഖവും നിങ്ങളുടെ വ്യക്തിക്കുണ്ടായിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സുകൊണ്ട് ഒരു വലിയ അബദ്ധം പിണഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിൽ ഉണ്ടായ അബദ്ധം ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സ് അത്രത്തോളം ഉരുകുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്, നിങ്ങളോട് അന്ന് ക്ഷമിക്കേണ്ടതായിരുന്നു എന്നുള്ള ചിന്ത. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.